കൂടുന്ന സാഹചര്യത്തിൽ നിന്നും കുറച്ചു സമയം സീരിയലുകളെയും മറ്റും മറന്ന്, സിനിമ കാണുന്നതിനെ മറന്ന്, ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതിനെ മറന്ന് ഇന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ മൊബൈലുകളെ ഉപേക്ഷിച്ച് കുറച്ചു സമയം ഈ വേദിയിൽ വന്നിരിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സും, അതിനുവേണ്ടി നമുക്ക് സാഹചര്യം ഇവരെ ഒരുക്കി തന്നതും, അത് അങ്ങേയറ്റം നമുക്ക് പ്രയോജനപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ്. നമ്മൾക്കത് കൂടുതൽ വേദികൾ വേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് വല്ലപ്പോഴും മാത്രം, വർഷത്തിലൊരിക്കൽ മാത്രം വീണ് കിട്ടുന്ന ഒരവസരമാണ് ഈ മാതൃസമ്മേളനം. നമ്മുടെ ഹിന്ദുമത മഹാസമ്മേളനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു നമുക്കുള്ള ഈ അവസരങ്ങൾ. മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊരു മതവിദ്യാഭ്യാസമുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടില്ല. നിർബന്ധ മതവിശ്വാസം നമുക്ക് മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഒരു നിർബന്ധിത മതവിദ്യാഭ്യാസം ഇല്ലാതായിപ്പോയത്. മറ്റെല്ലാ മതങ്ങൾക്കും, ക്രിസ്തു മതത്തിനായാലും ഇസ്ലാം മതത്തിനായാലും മറ്റെല്ലാ സഭകളിലേക്കും എല്ലാ സദസ്സിലേക്കും അവർക്കെല്ലാം ഒരു നിർബന്ധിത മതവിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവർക്ക് പരീക്ഷകളും, മതവിദ്യാഭ്യാസത്തിലുള്ള പരീക്ഷകളും മറ്റും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഏർപ്പാടാക്കിക്കൊണ്ട് പോകുമ്പോഴും നമ്മൾ വെറും നോക്കുകുത്തികളായി മാത്രം നമ്മുടെ കുട്ടികളെ പുരയ്ക്ക് വെളിയിൽ ഇറക്കാതെ മൊബൈലുകളിൽ ഒതുക്കി അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ ഒതുക്കി മാത്രം അവരെ ഒന്നുകിൽ ഒരു പുസ്തകപ്പുഴുവാക്കുന്നു, സഹോദരങ്ങളെ പോലും തിരിച്ചറിയാൻ മേലാതെ, സഹോദരങ്ങളോട് പോലും സംസാരിക്കേണ്ട കീഴ്വഴക്കങ്ങൾ അറിയാതെ, അച്ഛനമ്മമാരോടും മുത്തശ്ശിയോടും മുത്തശ്ശനോടും സംസാരിക്കേണ്ട കീഴ്വഴക്കങ്ങൾ അറിയാതെ നമ്മുടെ കുട്ടികൾ ഒതുങ്ങി കൂടുമ്പോൾ നമുക്കൊരു മതവിദ്യാ കേന്ദ്രം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടങ്ങി വെക്കും, കുട്ടികൾക്കുള്ള ഒരു മതപാഠശാല തുടങ്ങി വെക്കും. പക്ഷേ കുറച്ചു കാലം കുട്ടികൾ വരും, പിന്നീട് അമ്മമാർ തന്നെ പറയും, അല്ലെ അച്ഛന്മാർ തന്നെ പറയും, ഓ പരീക്ഷ എടുത്തു, ഇപ്പൊ പോകാൻ പറ്റത്തില്ല, പഠിക്കട്ടെ. പക്ഷെ എന്തുകൊണ്ട് മറ്റ് മതവിശ്വാസികൾക്കിടയിൽ നമുക്കൊഴിച്ച്, ഹൈന്ദവനൊഴിച്ച് ബാക്കിയുള്ള മതവിശ്വാസങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നമില്ല? അവരുടെ കുട്ടികൾ മതവിദ്യാഭ്യാസവും തുടരുന്നുണ്ട്, അതിലും പരീക്ഷ പാസ്സാവുന്നുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസവും തുടരുന്നുണ്ട്, അവിടെ വിദ്യ കുറഞ്ഞു പോകുന്നില്ല, മാർക്ക് കുറഞ്ഞു പോകുന്നില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ ഈ പിന്നോക്ക അവസ്ഥ. ഈ ഹൈന്ദവ സമ്മേളനം അല്ലെങ്കിൽ ഹിന്ദുമത സമ്മേളനം വഴി നമുക്ക് പ്രധാനമായിട്ട് ഒരു ലക്ഷ്യം അതിനുവേണ്ടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അതിനുകൂടിയുള്ള ഒരു സാഹചര്യം നമ്മുടെ സംഘാടകർ കണ്ടെത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്കറിയാം അതിനുവേണ്ട എല്ലാ സഹകരണവും നമ്മുടെ മാതൃസഭകളുടെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഉണ്ട്, പുറത്തേക്ക് പറയാൻ പറ്റാതെ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മളിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ, ഒരു പെൺകുട്ടി ഒരുപാട് വാർത്തകളും മറ്റും കേൾക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ അവർക്ക്, പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും, മോളെ നീ പെണ്ണല്ലേ, നീ സഹിക്കണം, അല്ല ഇങ്ങോട്ട് വന്ന അച്ഛന് മാനക്കേടാണ്, അല്ല അമ്മയ്ക്ക് മാനക്കേടാണ്, അല്ല നിന്റെ അമ്മാവന്മാർക്ക് മാനക്കേടാണ്, ആങ്ങളമാർക്ക് മാനക്കേടാണ്. അതിൽ നിന്നും ജീവൻ വരെ നഷ്ടപ്പെട്ട ഒരുപാട് പെൺകുട്ടികളുടെ കഥകൾ നമുക്കറിയാം. അതിന് മാറ്റം വരുത്തി, മോളെ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പോരെ, നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് മറ്റൊരു ജീവിതം കണ്ടെത്താം, പോരെ എന്ന് പറഞ്ഞ് അവരെ നമ്മുടെ തോളോട് ചേർത്ത് അവരെ നിർത്താനുള്ള ഒരു മനസ്സ് പ്രത്യേകിച്ച് മാതൃസ്ഥാനത്ത് നിന്ന് ഉണ്ടാകണം. മാതാപിതാക്കൾ ഒന്നിച്ച് ചെയ്യേണ്ടതാണെങ്കിലും നമ്മുടെ മാതാവിൻ്റെ സ്ഥാനത്ത്, അമ്മമാരുടെ സ്ഥാനത്ത് നിന്നും അതിനുള്ള ഒരു മഹാമനസ്കത ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ എന്നും നമ്മൾ ചേർത്ത് നിർത്തണം. അതുപോലെ തന്നെ കുട്ടികൾ ഇന്ന് മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ഉള്ള ഒരു സ്ഥാനം കുടുംബത്തിൽ. കൂടുതലും മൊബൈലുകളുടെ മറ്റും അതിയായ ഉപയോഗം. നമുക്കറിയാം, കോവിഡ് വന്ന കാലഘട്ടം മുതലാണ് നമ്മുടെ കുട്ടികൾ മൊബൈലിനെ ഒരുപാട് ആരാധിക്കാൻ തുടങ്ങി. കാര്യം അവരെ അതിലേക്ക് വഴിതിരിച്ച് വിടേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. കുട്ടികൾ പഠിക്കണമെങ്കിൽ അധ്യാപകർ തന്നെ അവരോട് പറയും, അല്ലെ രക്ഷിതാക്കളെ അറിയിക്കും, മൊബൈൽ മേടിച്ചു കൊടുക്കണം,
നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരാകും. പിന്നീട് അവർ മൊബൈൽ അവരുടെ സ്വന്തം, അവരുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം മൊബൈലാകും. അവിടെ ബന്ധങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല. ഈ മാതൃസംഗമം അതിനെല്ലാം ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.